നമുക്ക് വൻ ദുരന്തം സംഭവിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ചിന്തിക്കണം. ഭാഷകൾ ഏറെയും കുറയും. ഇപ്പം ജ്യൂസിനെ പറ്റി ഞാൻ പറഞ്ഞത് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കി, ഇതിനൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, എന്ത് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. പക്ഷെ എത്ര ആ പ്രഭാഷണം ഒന്ന് കേട്ട് നോക്ക്. ആ പ്രഭാഷണം ഏകദേശം 2 മണിക്കൂറിലേറെ ഉണ്ട്. ആ പ്രഭാഷണം ഒന്ന് കേട്ട് നോക്ക്. ആ പ്രഭാഷണം മാത്രം മതിയാവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ എവിടെയെങ്കിലും ഒരു ശകലം കൊണ്ടിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യല്ല വേണ്ടത്. സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ ഒക്കെ ചർച്ച ചെയ്യും. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങളിൽ ഒരു 60-70% പീരിയഡ്സ് ഡിസോർഡറാണ്. മലബാറിൽ പ്രത്യേകിച്ചും. എന്താ കാരണം? പീരിയഡ്സ് ഡിസോർഡർ ആവാനുള്ള കാരണം എന്താ? വന്നാൽ നിൽക്കൂല, മര്യാദയ്ക്ക് വരൂല, വന്നാൽ നിൽക്കൂല. ഒരു സാധാരണ പെണ്ണിനുണ്ടാകേണ്ട പീരിയഡ്സിന്റെ ടൈം 5-6. എന്നാൽ ഇന്ന് 10, 12, 13 ഒക്കെ സർവ്വസാധാരണ പീരിയഡ്സ്. മനസ്സിലായി? പെണ്ണുങ്ങൾ നല്ല ശമനത്തിന്. എൻ്റെ അടുത്തൊരു ഭാര്യയും ഭർത്താവ് ഒരു പ്രശ്നം പറഞ്ഞു വന്നാൽ, അവരുടെ ദാമ്പത്യ പ്രശ്നം വന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ഭർത്താവിനെ ഇരുത്തി ചോദിക്കും, പീരിയഡ്സ് എങ്ങനെ? അതിൽ നിന്ന് അവരെ മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 60% മലബാറിൽ പെണ്ണുങ്ങളെ പീരിയഡ്സ് ഡിസോർഡറാണ്. എത്ര ഗൈനക്കുകൾ ഉണ്ടായാലും ഇവിടെ മതിയാവൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? കോർപ്പറേറ്റുകൾ അധികാരം വാഴുന്ന ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ഇപ്പൊ കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും വലിയ, മനസ്സിലായില്ല, മെഡിക്കൽ കോർപ്പറേറ്റ് ഭീമന്മാരാണ് ഇപ്പൊ എവിടെ കളിക്കുന്നത്? കോഴിക്കോട്, മലപ്പുറത്ത് കളിക്കുന്നത്. എന്തുകൊണ്ട്? അവർ 1000 കോടിയൊന്നല്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മുടക്കിയിട്ടുള്ളത്. എവിടെ കോഴിക്കോട് ബേസ് ചെയ്ത് മുടക്കുക? ആരെ മുടക്കുക? അമേരിക്കൻ കമ്പനികൾ. ഇപ്പൊ നമ്മുടെ ആശുപത്രികളിലെ നല്ലൊരു ശതമാനവും ഇന്ന് ആരുടേതാണ്? അമേരിക്കൻ്റെ. അതിൻ്റെ ഇടയിൽ ഇവിടെ നാടില്ലേ? ഇവിടെ എന്താ മുടക്കാൻ കാരണം? ഇവിടെ മുടക്കിയാലേ മുതലാവുള്ളൂ. കാരണം ഇവിടെ എന്തുണ്ട് എന്തുണ്ട്? ഇഷ്ടം പോലെ എന്തുണ്ട്? രോഗമുണ്ട്. നല്ല ചൊറുക്കുള്ള തൊപ്പി, നല്ല തൊപ്പിയും തലയൊക്കെ ഇട്ട് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആളാരാണ്? പറയുമ്പോൾ നിസ്കാരം നോക്കുന്നുണ്ട്, ആരോഗ്യമല്ല. മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആരോഗ്യം. അപ്പൊ മുത്തുനബി നമ്മളകന്ന് പോയി കാര്യങ്ങളെ പഠിക്കലാണ് ഉദ്ദേശ്യം. അപ്പൊ ഈ പ്രഭാഷണം, എത്ര പ്രഭാഷണം ഉണ്ടായാലും നിങ്ങൾ ഇരുന്ന് സൗകര്യത്തിന് സോഷ്യൽ മീഡിയയിൽ കേട്ട് മനസ്സിലാക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഏത് അഭിപ്രായവും എൻ്റെ കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ച ഉടനെ ഞാൻ പറയും, ആ പറഞ്ഞൊരു പിഴവായിരുന്നു, തിരുത്തണമെന്ന് ഉടനെ പറയും. എന്തുകൊണ്ട്? എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും നന്മ മാത്രമാണ് ഈ പ്രഭാഷണം.